അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാനിന്ന് ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത് ചെമ്മനം ചാക്കോ എന്ന വ്യക്തി എഴുതിയിട്ടുള്ള ദ റൈസ് എന്ന പോയമാണ്. ഇതൊരു നെല്ല് എന്ന പേരിലുള്ള മലയാളം കവിതയാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ എന്ന വ്യക്തിയാണ്. പ്രധാനമായിട്ടും ഈ കവിതയിൽ പരാമർശിക്കുന്ന 3 പ്രമേയങ്ങൾ എന്നുള്ളത്, ആദ്യത്തേത് പരമ്പരാഗത കൃഷിയുടെ നഷ്ടത്തെക്കുറിച്ചും, രണ്ടാമതായിട്ട് ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചും, മൂന്നാമതായിട്ട് ഒരു വിമർശനമാണ് ബാഹ്യമായിട്ടുള്ള ഭക്ഷ്യസ്രോതസ്സുകളെ ആശ്രയിക്കുന്നതിലേക്ക് നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനം. ഇത്തരത്തിൽ 3 പ്രമേയങ്ങളാണ് ഈ കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കവിത പൂർണ്ണമാകുന്നതോടുകൂടി തന്നെ ഈ ആശയങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. കവിത വിശാലമായതിനാൽ തന്നെ കൂടുതലായിട്ട് ആമുഖത്തിൽ നിൽക്കാതെ നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഈ കവിത പ്രധാനമായിട്ടും നമുക്ക് 2 കാറ്റഗറൈസ് ആയിട്ട് വേർതിരിക്കാൻ പറ്റും. ആദ്യത്തേത് ഈ നമ്മുടെ കവിയുടെ ഒരു എക്സ്പെക്റ്റേഷൻ ആണ്. 4 വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിൽ തൻ്റെ റിസർച്ച് പഠനം ചെയ്ത് അവിടുന്ന് ഗോതമ്പെല്ലാം കഴിച്ചും അടുത്ത് പിന്നീട് നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നാട്ടിലുള്ള അവസ്ഥകളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കവിതയുടെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ. പിന്നീടുള്ളത് അദ്ദേഹം നാട്ടിലെത്തിയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്. എത്രത്തിൽ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റിയുടെ ഇതിനെ പ്രതിപാദിക്കുന്ന ഒരു കവിതയാണ് ചെമ്മനം ചാക്കോയുടെ ദ റൈസ് എന്ന പോയം. ഇനി കവിതയിലേക്ക് കടക്കുകയാണ്. I come home at the end of 4 years of research in North India. നോർത്ത് ഇന്ത്യയിലുള്ള 4 വർഷങ്ങളുടെ റിസർച്ച് പഠനങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് വരികയാണ്. Having earned a doctoral degree in and generous praise for my work on making toys with the husk. എന്തിനാണ് അദ്ദേഹം ഈ റിസർച്ച് പഠനം നടത്തുന്നത്? ഈ നെല്ലിൻ്റെ ഉമിയിൽ നിന്നും ടോയ്സുകൾ ഉണ്ടാക്കുക എന്നുള്ള പഠനത്തിലാണ് അദ്ദേഹം അവിടെ റിസർച്ച് ചെയ്യുന്നത്. അതിൽ ഡോക്ടറേറ്റ് നേടിയിട്ടാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ, ഐ ആം ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കിര റൈസ്. അത്തിക്കിര റൈസ് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായിട്ട് അരികളുണ്ട്. അതിൽപ്പെട്ട ഒരു ഇനമാണ് അത്തിക്കിര റൈസ് എന്നുള്ളത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് കാലം 4 വർഷത്തോളം പഠനം നടത്തിയിട്ട് അത്തിക്കിര റൈസ് കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള, ചോറ് കഴിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ കവി നാട്ടിലേക്ക് വരുന്നത്. ഇവിടെ നിന്നാണ് എക്സ്പെക്റ്റേഷൻ തുടങ്ങുന്നത്. അദ്ദേഹം നാട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇറ്റ് വിൽ ബി ദ പ്ലാന്റിംഗ് സീസൺ വെൻ ഐ ഗെറ്റ് ദർ. ഞാൻ അവിടെ എത്തുമ്പോഴായിരിക്കും നെല്ല് ഇതാക്കുന്ന സമയമായിരിക്കും. ആൻഡ് മൈ ഫാദർ ഹിസ് ഹാൻഡ്ലൂം ധോത്തി സ്റ്റേൻഡ് വിത്ത് യെല്ലോ മഡ്. അച്ഛൻ എവിടെയായിരിക്കും? അച്ഛൻ വരമ്പത്തായിരിക്കും. അച്ഛൻ്റെ തുണിയിലേക്ക് എന്തുണ്ടാവും? മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ടാവും. എക്സൈറ്റഡ് അബൌട്ട് ദ വാട്ടേഴ്സ് ഓഫ് ദ വരങ്ങനാൽ കനാൽ. ആ പാടത്തേക്ക് വെള്ളം എത്തുന്ന ഒരു പ്രധാന സ്രോതസ്സാണ് വരങ്ങനാൽ കനാൽ. അവിടെയുള്ളൊരു കനാലാണ് വരങ്ങനാൽ കനാൽ. ആ കനാലിൽ എന്തുണ്ടാവും? വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടാവുക. വിൽ ഗ്രീറ്റ് മീ ഫ്രം ദ ഫീൽഡ്സ് ബിലോ അവർ ഹൗസ് അഡ്മിസ്റ്റ് ദ സൗണ്ട്സ് ഓഫ് ഫ്ലഫിംഗ് വിത്ത് സെവറൽ ഓക്സൻസ്. അവിടെ കാളകളുണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഉഴുതുമറിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്താകും? ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അച്ഛൻ എന്നോട് ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ കവിയുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്. The oxen will stop when they see me walking with my suitcase. ഞാൻ എൻ്റെ സൂട്ട് കേസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ കാളകളൊക്കെ എന്നെ കാണുമ്പോൾ അങ്ങനെ നിൽക്കും. കവി ഇതിങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ് ട്രെയിനിൽ ഇരുന്നിട്ട്. And my father, without smiling, the smile slowly forming on lips, will call from the field. And when did you start from the? അച്ഛൻ ഇങ്ങനെ ആ വയലിൽ നിന്നിട്ട് കാളകളോടൊപ്പം ഉഴുതുമറിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഈ സൂട്ട് കേസായിട്ടൊക്കെ ഇയാളിങ്ങനെ വരുന്ന കാണുമ്പോൾ അച്ഛനവിടുന്ന് വിളിച്ചു ചോദിക്കുകയാണ്, അജപ്പോൾ അവിടുന്ന് പുറപ്പെട്ടു എന്നുള്ളത്. My little brother, carrying the tender saplings to be planted in the field where the ploughing is done, will run when he sees me and call out loud within earshot of the house, Mother, brothers arrived. അതുപോലെ തന്നെ അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഈ ചേട്ടനെ അദ്ദേഹത്തിൻ്റെ അനുജൻ അവിടുന്ന് കാണുകയാണ്. അനിയൻ എങ്ങനെയാണ്? കയ്യിൽ ആ നടാനുള്ള ഒരു ഞാറിൻ്റെ കെട്ടുമായിട്ടാണ് അവിടേക്ക് ഓടി വരുന്നത്. എന്നിട്ട് അമ്മയോട് ഉറക്കനെ വിളിച്ചു പറയുകയാണ്. എന്ത്? അമ്മേ, അച്ഛൻ വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടുന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ പലർക്കും നാട്ടിൽ പോകുമ്പോഴുള്ള പല അവസ്ഥകളിലേക്കായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. ഇതേ സാഹചര്യം തന്നെയാണ് നമ്മുടെ കവിക്കും ഇവിടെ തൻ്റെ എക്സ്പെക്റ്റേഷനിലൂടെ അദ്ദേഹം ഭാവിച്ചെടുക്കുന്നത്. വാക്കിംഗ് കോഷ്യസ്ലി അലോങ് ദ ഡൈക്ക് സോ ആസ് നോട്ട് ടു അപ്സെറ്റ് ദ ബാസ്കറ്റ്സ് ഫുൾ ഓഫ് സീഡ്.
അങ്ങനെ നമ്മുടെ കവി ഇതിങ്ങനെ ആലോചിച്ച് കൂട്ടണം. വരമ്പത്തിലൂടെ അങ്ങനെ അദ്ദേഹം വരുമ്പോൾ അവിടെ വരമ്പത്തും തിരിക്കുന്നുണ്ട്, ഒരു കൊട്ടയിൽ ഒരുപാട് വിത്തുകൾ ഇരിക്കുന്നുണ്ട്, ഈ നടാനുള്ള വിത്തുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിമൊന്നും തട്ടാതെ ശ്രദ്ധിച്ചിട്ട് കവി ഇങ്ങനെ വരികയാണ്. ഐ വിൽ റീച്ച് ഹോം ഇൻ ഗുഡ് ടൈം. നല്ല അവസരത്തിൽ തന്നെ അദ്ദേഹം വീട്ടിലെത്തുകയാണ്. അറ്റ് ലാസ്റ്റ് ജസ്റ്റ് ആസ് മൈ മദർ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം വീട്ടിലെത്തുന്നത്? അമ്മ ഇങ്ങനെ അരി ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കവി വരുന്നത് എങ്ങനെയാണ്? വളരെ ചോറ് കഴിക്കാനുള്ള വളരെ വലിയൊരു ആർത്തിയോട് കൂടെ വരികയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ഇത് ഊറ്റുന്നത് കാണണം. എന്നിട്ട് അദ്ദേഹം സ്വന്തത്തോട് പറയണം, ഓ ട്രെയിൻ വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. എൻ്റെ ട്രെയിനെ ഒന്ന് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെത്തിയിട്ട് ചോറ് കഴിക്കായിരുന്നു എന്ന് കവി സ്വന്തത്തോട് ഇങ്ങനെ പറയണം. ഇനി ഉള്ള അങ്ങോട്ടുള്ള പാരഗ്രാഫുകൾ റിയാലിറ്റിയിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം തൻ്റെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ബസ്സിൽ സ്വന്തം നാട്ടിലെത്തിയിരിക്കുകയാണ്. The bus stops on the road across from the house. When I left this place, palm-thatched houses could be seen in the distance on the right, but now there's nothing except for trees. How the place has changed. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞതായിട്ട് നമ്മുടെ കവി അറിയുന്നത്. ബസ് ഇറങ്ങി വീടിൻ്റെ അടുത്തുള്ള റോഡിൻ്റെ അവിടെ നിൽക്കുമ്പോൾ സാഹചര്യങ്ങളും ആ സ്ഥലം തന്നെ ആകെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹം അവിടെ കണ്ടിരുന്നത് മേഞ്ഞ വീടുകളെല്ലാമായിരുന്നു. പക്ഷെ ഇപ്പോൾ മരങ്ങൾ ഒഴിച്ച് അവിടെ വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് അവസ്ഥ. റബ്ബർ പ്ലാന്റ്സ് ട്വൈസ് മൈ ഹൈറ്റ്. എന്താണ് അവിടെ ഉള്ളത്? ഓല മേഞ്ഞ വീടുകൾക്ക് പകരം അവിടെ നിന്ന് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഇരട്ടി ഹൈറ്റിലുള്ള റബ്ബർ മരങ്ങളാണ്. നൗ സ്റ്റാൻഡ്സ് ഇൻ റോസ് അറൌണ്ട് മീ ഓൺ ദ റോഡ്സ് വെൻ മോഡേൺ ആൻഡ് വെള്ളാറൻ യൂസ്ഡ് ടു ബി സോൺ. ഇവിടെ മോഡേൺ എന്നും വെള്ളാറൻ എന്നും വിശേഷിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത്തിക്കിര റൈസ് പോലെ തന്നെയുള്ള രണ്ട് കാറ്റഗറിയിൽപ്പെട്ട അരികളാണ്. അപ്പോൾ ഈ മോഡേണും വെള്ളാറനൊക്കെ നിന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ റബ്ബർ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത്. ആൻഡ് കൺഫ്യൂസ്ഡ് മൈ പാത്ത് ആസ് ഐ വാക്ക് ഹോം. അങ്ങനെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആവണം. ദർ ഇസ് നോ ബസിൽ ഓഫ് മെൻ ബിലോ, നോ ഷോട്ട്സ് ഓഫ് ഫ്ലഫിംഗ്. അവിടെ ഉയ്തുമറിക്കുന്ന ശബ്ദങ്ങളോ പിന്നെന്തില്ല അവിടെ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ ശബ്ദമോ ഒന്നും കേൾക്കാനില്ല. And when I look, the whole field is planted over the arecanut palms. അങ്ങനെ അയാൾ നോക്കുമ്പോൾ അവിടെ പാടൊന്നുമില്ല. പാടത്തിന്റെ പകരം എന്താണുള്ളത്? ഒരുപാട് നമ്മളെ കവുങ്ങാണുള്ളത്. അരീക്കനട്ട് പാംസ് ആണുള്ളത്, കവുങ്ങുകളാണുള്ളത്. ആൻഡ് ഇൻ ദ കോർണർ അലോങ് ദ കനാൽ സ്റ്റാൻഡ് ദ ഡീൽവുഡ് ട്രീസ്. പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു കനാല്, ആ കനാലിന്റെ ഇരുവശങ്ങളിലായിട്ടൊക്കെ എന്താണുള്ളത്? ഡീൽവുഡ് ട്രീസും അരീക്കനട്ട് പാംസും ആണുള്ളത്, അതായത് കവുങ്ങുകൾ. I entered the house beyond the southern wing. My father is watching them fix up the machine for making rubber sheets. How happy and contented the look on his face. നമ്മുടെ കവി നേരത്തെ പ്രതീക്ഷ എന്താണ്? അദ്ദേഹം നാട്ടിലേക്ക് എത്തുമ്പോൾ അച്ഛൻ പാടത്തിങ്ങനെ പണിയെടുക്കുന്നായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് കയറിയ സാഹചര്യത്തിൽ അയാൾ കാണുന്നത് മെഷീൻ നന്നാക്കുന്ന പണിക്കാരെ നോക്കി നിൽക്കുന്ന അച്ഛനെയാണ്. അച്ഛൻ എങ്ങനെയാണ് നിൽക്കുന്നത്? വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന അച്ഛനെയാണ് കാണുന്നത്. അങ്ങനെ മൈ ഫാദർ സേസ് വിത്ത് ഒബ്വിയസ് സപ്പോർട്ട്, സൺ വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്. അങ്ങനെ പ്രകടമായിട്ടുള്ള സന്തോഷത്തോടെ അച്ഛൻ മകനോട് വിളിച്ചു പറയുകയാണ്, മോനെ നമ്മൾ ഈ അരിപ്പണിയൊക്കെ നിർത്തി. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. അതെന്താണ്? ഭയങ്കര സൗകര്യക്കേടുള്ള ഒരു പരിപാടിയാണോ? ദ ഫാർമർ ഗെയിൻഡ് നത്തിങ്, ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. ഇവിടെ എന്താ പറയുന്നത്? ഈ നെൽകൃഷിയിലൂടെ കർഷകർക്കൊന്നും കിട്ടുന്നില്ല. വിഡ്ഢികൾ മാത്രമേ അതിൻ്റെ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് മുതിരുകയുള്ളൂ. ദിസ് ഈസ് ബെറ്റർ മണി. ഈ റബ്ബർ ഷീറ്റ് കൊണ്ട് ഇപ്പം എന്താ നമുക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. വാട്ട് ഗുഡ് ടൈംസ്. ഇതെന്ത് സുഖമാണ്. ദ ഗവൺമെന്റ് ഗീവ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്. വയലുകളില്ലാത്തവർക്ക് എന്താ കിട്ടും? ഗവൺമെന്റ് നെല്ലുകൾ കൊടുക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തിനാണ് നെല്ലിന് നിൽക്കുന്നത്? ഇപ്പോൾ ഈ റബ്ബർ ഷീറ്റ് ആയതുകൊണ്ട് നല്ല സുഖങ്ങളാണ് കാര്യങ്ങളെന്ന്. അങ്ങനെ അത് ഇനി അനിയനെ കാണണം. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ. ഐ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അത്തിക്കിര റൈസ്. അത്തിക്കിര റൈസ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ അടുത്തേക്ക് എൻ്റെ അനിയൻ ദൂരെ നിന്ന് വരികയാണ്. നേരത്തെ അനിയനെ അയാൾ ഭാവിച്ചത് എങ്ങനെയാണ്? നെല്ലിൻ്റെ, അതായത് നടാനുള്ള ഞാറ് കൊണ്ട് ഓടി വരുന്നതായിട്ടുള്ളതാണ്. ഹി ട്രിപ്സ് ഓവർ സംതിങ് ആൻഡ് ഹി ക്യാരീസ് ദ റേഷൻസ് ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്. അപ്പോൾ ഈ അനിയൻ എങ്ങനെയാണ് വരുന്നത്? വീട്ടിലേക്കുള്ള റേഷൻ വാങ്ങിയിട്ട് വരുന്ന വഴിയാണ്. അങ്ങനെ വരുന്ന അവസരത്തിൽ ഹി ട്രിപ്സ് ഓവർ സംതിങ് ആൻഡ് സ്കാറ്റർ ദ വീറ്റ് ഓൾ ഓവർ ദ യാർഡ്. അങ്ങനെ അദ്ദേഹം ആ കുട്ടി ചേട്ടൻ്റെ അടുത്തേക്ക് ഓടി വന്ന ഒരു അവസരത്തിൽ എന്തിമോ തട്ടിയിട്ട് മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ ആ റേഷൻ്റെ കിറ്റിൽ നിന്നും ഒരുപാട് ഗോതമ്പുകൾ ഇങ്ങനെ ചെതിരി കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മളെ കവിയുടെ ഏറെക്കുറെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എ ഷിപ്പ് ഓഫ് ദ സ്കൈ. ഇനി അദ്ദേഹം പറയുന്നത് ഇത്തരം ഈ ആ ചാക്കിൽ നിന്നും ആ റേഷൻ്റെ കിറ്റിൽ നിന്നും ആ ഗോതമ്പുകൾ എന്താക്കുകയാണ്? തുളുമ്പി പോവുകയാണ്. അപ്പോൾ ഈ കവിയുടെ അവസ്ഥ എന്നുള്ളത് നോർത്ത് ഇന്ത്യയിലുള്ള 4 വർഷത്തോളം കാരണമായിട്ട് തുടർന്ന് പഠിക്കുന്ന അദ്ദേഹം ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഗോതമ്പ് നിന്നും അടുത്ത് വന്നൊരു വ്യക്തിയാണ്. അത്രയ്ക്ക് ഗോതമ്പിനോട് വെറുപ്പായിട്ടുണ്ട്. അങ്ങനെ അരി തിന്നാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ കാണുന്ന അവസ്ഥ ഇതാണ്. അന്യൻ റേഷൻ കടയിൽ നിന്നും വീട്ടിലേക്കുള്ള റേഷൻ വാങ്ങിയിട്ട്, എന്താണ് റേഷന്? ഈ പറഞ്ഞ ഗോതമ്പാണ്.
അപ്പോൾ അതാണ് ഈ നമ്മുടെ ഈ കവിയുടെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അബോ എ ഷിപ്പ് ഓഫ് ദ സ്കൈ റോർസ് നോർത്ത് വാർഡ്സ്, ഈ സാഹചര്യത്തിൽ നമ്മളെ കവി മേലക്കാൻ നോക്കിയപ്പോൾ ഒരു വിമാനം ഈ പറഞ്ഞ നോർത്ത് വാർഡ്സിലേക്ക് പോകണം, ഉത്തര മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു? അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, സ്വന്തത്തോട് ചോദിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റേഷൻ വഴിയൊക്കെ കൊടുക്കുകയാണല്ലോ, എന്നാൽ പിന്നെ ഈ വിമാനം നോർത്തിലേക്ക് പോകുന്ന അവസരത്തിൽ അവിടുന്ന് കുറച്ച് ഹസ്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെല്ലിൻ്റെ ആ ഒരു സാധനം അത് അവിടുന്ന് റേഷനായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്. കാരണം എന്താണ്, അതിട്ട് ടോയ്സ് ഉണ്ടാക്കാൻ ഇയാൾ ഇത്രയും കാലം 4 വർഷത്തോളമായിട്ട് അവിടെ പഠനം നടത്തിയിട്ടുള്ളത് ഈ പറഞ്ഞ ഹസ്ക് കൊണ്ട് ടോയ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പം നാട്ടിലെന്തില്ല, ഈ പറഞ്ഞ നെൽകൃഷി ഇല്ല, ഫുള്ള് ഗോതമ്പ് റേഷൻ മാർഗമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടിലെന്തില്ല, നെല്ലില്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ ഹസ്ക് കൊണ്ട് അദ്ദേഹം ടോയ്സ് ഉണ്ടാക്കുക? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനം തന്നെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ പിന്നെ അവിടുന്ന് സെൻറ്ററിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ഹസ്കും കൂടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കവിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, ദ ലോസ് ഓഫ് ട്രഡീഷണൽ ഫാമിംഗ്. എന്താണ്, നമ്മുടെ പരമ്പരാഗത കൃഷിയുടെ നഷ്ടത്തെക്കുറിച്ചാണ്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് മറ്റേ നെൽകൃഷിയായിരുന്നു, പിന്നീട് അത് മാറിയിട്ട് ഈ റബ്ബറിലേക്ക് കടക്കുന്നുണ്ട്. അതേ പോയിന്റ് തന്നെ രണ്ടാമത്തിലും പെടുത്തുന്നത് ദ ഷിഫ്റ്റ് ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്. ഭക്ഷ്യവിളകളിൽ നിന്നും മാറിയിട്ട് നാണ്യവിളകളിലേക്ക് എന്തായിട്ടുണ്ട്, നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദ സാറ്ററിക്കൽ ക്രിറ്റിക് ഓഫ് ഗവൺമെന്റ് പോളിസീസ് ദാറ്റ് ലീഡ് ടു ഡിപ്പെൻഡൻസി ഓൺ എക്സ്റ്റേണൽ ഫുഡ് സോഴ്സസ്. ബാഹ്യമായിട്ടുള്ള ഭക്ഷ്യസ്രോതസ്സുകളെ ആശ്രയിക്കുന്നതിലേക്കുള്ള ഗവൺമെന്റിന്റെ നയങ്ങളെക്കുറിച്ചും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കവി ഈ ഒരു കവിത ഇവിടെ അവസാനിപ്പിക്കുന്നത്. കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 3 പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതെന്ന് വിശ്വസിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.